ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. സബ്ജക്റ്റ് കോഡ് 3001. ഓക്കെ, വാട്ട് ഈസ് ആൻ എൻവയോൺമെൻറ്റ്? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പരിസ്ഥിതി. എന്തൊരു പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറിത്തിങ് അറൗണ്ട് us ഫോംസ് ആൻ എൻവയോൺമെൻറ്റ്. ദാറ്റ് മീൻസ് നമുക്ക് ചുറ്റുമുള്ള എന്തിനേയും, അതായത് ചുറ്റുമുള്ള എല്ലാത്തിനെയും നമുക്കൊരു പരിസ്ഥിതിയായിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഈ പരിസ്ഥിതി ഈ EVS എന്താ പഠിക്കാനുള്ള കാരണം എന്താ, അല്ലെങ്കിൽ ഇതിൽ എന്താണ് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നത്? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ കമ്പോണൻസ് ഓഫ് നാച്ചുറൽ വേൾഡ്. അതായത് നമ്മുടെ പ്രകൃതിയിലുള്ള ഫിസിക്കലായിട്ട്, അതുപോലെ തന്നെ കെമിക്കൽ, ബയോളജിക്കൽ, അങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അവരൊക്കെ എങ്ങനെ ഇൻട്രാക്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവയെക്കുറിച്ചൊക്കെ ഉള്ളൊരു പഠനമാണ് അല്ലെങ്കിൽ സ്റ്റഡിയാണ് എന്ത് നമ്മൾ ഈ സബ്ജക്റ്റിലൂടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാം. റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, മൊഡ്യൂൾ 1 ആണ്. സോ അതിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് മീൻസ് പ്രകൃതി വിഭവങ്ങൾ അല്ലേ? നമുക്ക് ഒരുപാട് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് വിഭവങ്ങൾ മീൻസ് ഒരുപാട് റിസോഴ്സസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഡെയിലി അല്ലേ? നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് പ്രകൃതിയിൽ നിന്നുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? സോ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി സ്റ്റോക്ക് ഓർ റിസർവ് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം നാച്ചർ. പ്രകൃതിയിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം അല്ലെങ്കിൽ എന്ത് സാധനത്തിനെയും നമുക്ക് നാച്ചുറൽ റിസോഴ്സായിട്ട് കണക്കാക്കാം. എക്സാമ്പിൾ എന്തൊക്കെയാണ് പറയുന്നത്? വാട്ടർ, സോയിൽ, മിനറൽസ്, ഫോറസ്റ്റ്, ക്രോപ്സ് മീൻസ് വിളകൾ, എയർ, വൈൽഡ് ലൈഫ്സ് മീൻസ് വന്യജീവി അല്ലെങ്കിൽ വൈൽഡ് ലൈഫ്സൊക്കെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇത് ഒരുപാടുണ്ട്, കുറച്ച് മാത്രമേ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഒറിജിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ബയോട്ടിക്, സെക്കൻഡ് വൺ അബയോട്ടിക്. ബയോട്ടിക്കിനെ നമ്മൾ ഓർഗാനിക് എന്ന് പറയും, അബയോട്ടിക്കിനെ ഇൻഓർഗാനിക് എന്ന് പറയും. ബയോട്ടിക് മീൻസ് ലിവിങ് പാർട്സ് ഓഫ് നാച്ചർ. ദാറ്റ് മീൻസ് നമ്മുടെ പ്രകൃതിയിലുള്ള ജീവനുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് ബയോട്ടിക് എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. എക്സാമ്പിൾ പ്ലാന്റ്സിനൊക്കെ ജീവനുണ്ട്. ആനിമൽസ്, മൈക്രോബ്സ് മീൻസ് ഈ സൂക്ഷ്മജീവികളില്ലേ, അവയൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ബയോട്ടിക്കിൽ. ഓക്കെ, ദെൻ അബയോട്ടിക് മീൻസ് ജീവനില്ലാത്ത, പ്രകൃതിയിലുള്ള ജീവനില്ലാത്ത നോൺ ലിവിങ് പാർട്സ് ഓഫ് നാച്ചർ. അതാണ് എന്ത് അബയോട്ടിക് എന്ന് പറയുന്നത്. എയർ, വാട്ടർ, സോയിൽ, ഇതിനൊക്കെ ജീവനുണ്ടോ? ഇല്ല. സോ അതിനൊക്കെ നമുക്ക് അബയോട്ടിക് എന്നുള്ള കാറ്റഗറിയിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ബേസ്ഡ് ഓൺ എക്സോസ്റ്റിംഗ് നാച്ചുറൽ റിസോഴ്സസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2. അത് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്കതിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. റിന്യൂവബിൾ മീൻസ് അതിന് നമ്മൾ ഇൻഹോസ്റ്റിബിൾ എന്നും കൂടെ പറയും, ഇൻഎക്സോസ്റ്റിബിൾ എന്നും കൂടെ പറയും. ഓക്കെ, അപ്പോൾ ഈ റിന്യൂവബിൾ മീൻസ് പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനെയും നമ്മൾ റിന്യൂവബിൾ എന്നാണ് പറയുന്നത്. റീജനറേറ്റഡ് വിത്തിൻ ദ ഗിവൺ ടൈം സ്പാൻ. ദാറ്റ് മീൻസ് ആ ഒരു സമയത്തിനുള്ളിൽ നമുക്കത് റീജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. എക്സാമ്പിൾ പ്ലാന്റ്സ്, ആനിമൽസ്, ഫോറസ്റ്റ്, വിൻഡ്, സൺലൈറ്റ്, ഇവയെല്ലാം നമുക്ക് റിന്യൂവബിൾ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. നോൺ റിന്യൂവബിൾ മീൻസ് അതിനെ എക്സോസ്റ്റിബിൾ എന്നും കൂടെ പറയുന്നുണ്ട്. ആ പേരുകൾ ഓർത്ത് വയ്ക്കണം. നോൺ റിന്യൂവബിളിന് എക്സോസ്റ്റിബിൾ, റിന്യൂവബിളിന് ഇൻഎക്സോസ്റ്റിബിൾ. സോ നോൺ റിന്യൂവബിൾ മീൻസ് പുനഃസ്ഥാപിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ വീണ്ടും നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്, ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുന്നത്. ഓക്കെ, മിനറൽസ്, അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂൽസ്, ഈ പെട്രോൾസ്, അതുപോലെ തന്നെ കൽക്കരി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ, അതിൻ്റെ യൂസേജ് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്കത് വീണ്ടും പുനഃസ്ഥാപിച്ചെടുക്കാൻ പറ്റാത്തൊരു
കണ്ടൻ്റാണത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോറസ്റ്റ് റിസോഴ്സ്. ഫോറസ്റ്റ് റിസോഴ്സ് നമ്മൾ പറഞ്ഞ നാച്ചുറൽ റിസോഴ്സസിൽ ഒരുപാട് എണ്ണമുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫോറസ്റ്റ് റിസോഴ്സസ്. വാട്ട് യു മീൻ ബൈ എ ഫോറസ്റ്റ്? ഫോറസ്റ്റ് ഈസ് ആൻ എക്കോസിസ്റ്റം വിത്ത് എ ഡെൻസ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് സച്ച് ആസ് ട്രീസ്, അനിമൽസ്, ബേർഡ്സ് ആൻഡ് ഷ്രബ്സ്. ദാറ്റ് മീൻസ് അതായത് പ്ലാന്റ്സ്, അതായത് നമ്മുടെ ട്രീസ് ആവട്ടെ, അനിമൽസ് ആവട്ടെ, ബേർഡ്സ് ആവട്ടെ, ഷ്രബ്സ് മീൻസ് കുറ്റിച്ചെടികളൊക്കെ, ഇവയൊക്കെ ഡെൻസായിട്ട് അല്ലെങ്കിൽ വളരെ സാന്ദ്രത കൂടി അല്ലെങ്കിൽ തിക്കായിട്ട് വളർന്നിരിക്കുന്ന ഒരു ഏരിയനെ പറയുന്ന പേരാണ് ഫോറസ്റ്റ് എന്ന്. ഓക്കെ, ഫോറസ്റ്റ് നമുക്ക് മനസ്സിലേക്ക് വരുന്ന കുറേ കാടും കുറേ പക്ഷികളും ജന്തുക്കളൊക്കെ ഉള്ളൊരു ഏരിയയാണ് നമുക്ക് ഫോറസ്റ്റ്. ഓക്കെ, അത് തന്നെയാണ്. ഇറ്റ് ഈസ് ആൻ എക്കോസിസ്റ്റം വിത്ത് എ ഡെൻസ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, ദെൻ ഇറ്റ് കവറിങ് എ ലാർജ് ഏരിയ ഓഫ് ലാൻഡ്. അതായത് നമ്മുടെ ഭൂമിയുടെ ഒരു ലാർജ് ഏരിയ തന്നെ ഈ ഫോറസ്റ്റ് കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോകത്തിൽ 1/3 എന്താണ് നമ്മുടെ ഈ ഫോറസ്റ്റ് ഏരിയ ആയിട്ടാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ 23% ഓഫ് ടോട്ടൽ ലാൻഡ് ഏരിയയാണ് എന്ത് പറയുന്നത് ഫോറസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ഫോറസ്റ്റ് എന്താന്ന് പറഞ്ഞു. ഇനി ഈ ഫോറസ്റ്റ് കൊണ്ടുള്ള യൂസസ് ആണ് പറയുന്നത്. എന്തൊക്കെയായിരിക്കും നമുക്ക് ആലോചിച്ച് ഒരുപാട് എക്സാമ്പിൾസ് കിട്ടും നമ്മൾ ഫോറസ്റ്റ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വാട്ടർ ഷെഡ് പ്രൊട്ടക്ഷൻ. അതായത് വാട്ടർ ഷെഡ് മീൻസ് വെള്ളത്തിൻ്റെ ഒഴുക്ക്. അതായത് നമുക്ക് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വെള്ളത്തിൻ്റെ ആ ഒഴുക്ക് തടയാതെ നമുക്ക് അതിനെ നിലനിർത്താം. സോ ഫസ്റ്റ് പോയിന്റ്, റെഡ്യൂസ് ദ റേറ്റ് ഓഫ് സർഫസ് റൺ ഓഫ് വാട്ടർ. അതായത് വെള്ളം ഒഴുക്ക് തടയുന്നു എന്നാണ് പോയിൻറ്റിൻ്റെ മീനിങ്. ദെൻ പ്രിവെൻറ്റ്സ് ഫ്ലഡ്സ് ആൻഡ് സോയിൽ ഇറോഷൻ. ഫ്ലഡ് മീൻസ് വെള്ളപ്പൊക്കം. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം. സോയിൽ ഇറോഷൻ മീൻസ് മണ്ണൊലിപ്പൊക്കെ എന്ത് തടയും? ഈ ഫോറസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതൊക്കെ ഒരു പരിധിവരെ തടയാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെന്താ? പ്രിവെൻസ് ഡ്രോട്ട്. ഡ്രോട്ട് മീൻസ് വരൾച്ച. അതായത് ഈ മരങ്ങളൊക്കെ വെച്ച് പിടിച്ച് അതിൽ വെള്ളം അവിടെ പിടിച്ചു നിർത്തുകയല്ലേ. സോ നമുക്ക് ഭാവിയിൽ വരൾച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? പ്രിവെൻറ്റ് ചെയ്യും ഈ ഫോറസ്റ്റുകളൊക്കെ. ഓക്കെ, ദെൻ സെക്കൻഡ് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് റെഗുലേഷൻ. അറ്റ്മോസ്ഫിയറിക് റെഗുലേഷൻ മീൻസ് നമ്മുടെ അബ്സോർപ്ഷൻ ഓഫ് സോളാർ ഹീറ്റ്. അതായത് നമ്മുടെ സൺലൈറ്റ് ഇല്ലേ, നമ്മുടെ ഹീറ്റ്, ഈ വെയിലടിക്കുന്നതൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യും? ഈ ഫോറസ്റ്റ് ഉള്ളതുകൊണ്ട് അതൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റും. ചൂടിനെയൊക്കെ തടഞ്ഞു നിർത്തും. മെയിൻറ്റെയിനിങ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവലൊക്കെ ഇതെന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും ഈ ഫോറസ്റ്റ് ഉള്ളതുകൊണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് ദ ലോക്കൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. നമ്മുടെ പ്രകൃതിയുടെ അല്ലെങ്കിൽ ക്ലൈമറ്റ് കണ്ടീഷൻസൊക്കെ ഈ ഫോറസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. തേർഡ് വൺ ഇറോഷൻ കൺട്രോൾ. ദാറ്റ് മീൻസ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോൾഡിങ് സോയിൽ. അതായത് മണ്ണൊലിപ്പ് തടയുന്നു. അതായത് മണ്ണിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നതാണ്. അതായത് മരങ്ങളുടെ വേരുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെയുള്ള മണ്ണും അതോടൊപ്പം അവിടെ ഉറച്ചു നിൽക്കുമെന്നാണ് പറയുന്നത്. സോ ഹോൾഡിങ് സോയിൽ, മണ്ണിനൊക്കെ ഹോൾഡ് ചെയ്ത് നിർത്തും. നെക്സ്റ്റ് ലാൻഡ് ബാങ്ക്. അതായത് മെയിൻ്റനൻസ് ഓഫ് സോയിൽ ന്യൂട്രിയൻസ് ആൻഡ് സ്ട്രക്ചർ. അതായത് നമ്മുടെ മണ്ണിലുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ഘടകങ്ങളൊക്കെ ഉണ്ട്. അവയൊക്കെ എന്ത് ചെയ്യും? ഇത് മെയിൻറ്റെയിൻ ചെയ്യും. ഫോറസ്റ്റുകളുള്ളതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇപ്പോൾ ഒരുപാട് യൂസസ് പറഞ്ഞു. ഇനി കുറച്ച് ലോക്കലായിട്ട് നമ്മുടെ പീപ്പിൾസിൻ്റെ, അതായത് നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോറസ്റ്റ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, ഫോറസ്റ്റ് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്യാതറിങ് പ്ലാന്റ്സ്, ഫിഷിംഗ്, ഹണ്ടിങ് ഫ്രം ദി ഫോറസ്റ്റ്. ഫോറസ്റ്റ് നമ്മൾ എന്തൊക്കെ ഫിഷിങ്ങിനും അതുപോലെ തന്നെ ഹണ്ട് ചെയ്യാനും വേട്ടയ്ക്കും അതുപോലെ തന്നെ പ്ലാന്റ്സ് നമുക്ക് ഭക്ഷണത്തിനൊക്കെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഫുഡാണ് പറയുന്നത്. ഫുഡ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്
ഫ്യുവൽ വുഡ് ആൻഡ് ചാർക്കോൾ ഫോർ കുക്കിംഗ് ഹീറ്റിംഗ്. അതായത് നമ്മൾ ഫ്യുവൽ വുഡ് മീൻസ് നമ്മുടെ ഈ മരത്തടികളൊക്കെ എന്തിനു വേണ്ടി ചൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ടും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പോൾസ് മീൻസ് എന്താ പറയുക, ഈ കഴുക്കോല്, കുറേ മരങ്ങൾ, അതിൻ്റെ ചെറിയ ചെറിയ കോലുകളും എന്നൊക്കെ കഴുക്കോൽ എന്നൊക്കെ പറയും. അതൊക്കെ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? ബിൽഡിംഗ് ഹോംസ് എസ്പെഷ്യലി ഇൻ റൂറൽ ആൻഡ് വൈൽഡർനെസ് ഏരിയാസ്. മീൻസ് നമ്മൾ ഹോംസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൂറൽ ഏരിയയിലുള്ള, ഇപ്പോൾ നമ്മൾ സിറ്റീസിലൊന്നും അങ്ങനത്തെ വീടുകളൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ കുറച്ചുകൂടി റൂറൽ, അതായത് ഉള്ളോട്ടുള്ള ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ കമ്പും കുറേ ചുള്ളി ഇതൊക്കെ വെച്ചിട്ടുള്ള വീടുകളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫോറസ്റ്റത്തെ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടിമ്പർ മീൻസ് തടി. ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് ആൻഡ് കൺസ്ട്രക്ഷൻ. നമ്മുടെ വീട്ടിലുള്ള മേശ, കസേര, അങ്ങനെ തടി കൊണ്ട് എന്തൊക്കെ കൺസ്ട്രക്ഷൻസ് ഉണ്ടോ അതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്? മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫൈബർ, വേവിങ് ഓഫ് ബാസ്ക്കറ്റ്സ്, റോപ്സ്, നെറ്റ്സ്, സ്ട്രിങ്. അതായത് നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഫൈബർ കണ്ടൻസ് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? നെറ്റ്സ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ബാസ്ക്കറ്റ്സ് കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെറികൾച്ചർ ഫോർ സിൽക്ക്. അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സിൽക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെറികൾച്ചർ അല്ലെങ്കിൽ സിൽക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഫോറസ്റ്റ് ഏരിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഈ നമ്മുടെ ഇതുണ്ടാവില്ലേ, നൂൽപ്പുഴു അല്ലെങ്കിൽ പുഴുക്കൾ ഒക്കെ ഉണ്ടാവില്ലേ, സോ അതിൽ നമ്മൾ സിൽക്കിനെ എടുക്കുന്നുണ്ട്. അതൊക്കെ പ്രകൃതിയിലത്തൊരു കണ്ടൻ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രകൃതിയിലത്തൊരു വസ്തുക്കളാണ് അതൊക്കെ. നെക്സ്റ്റ് എപ്പിക്കൾച്ചർ, ബീസ് ഫോർ ഹണി. അതായത് തേനീച്ചയുടെ തേനെടുക്കാൻ വേണ്ടിയിട്ട് എപ്പിക്കൾച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോറസ്റ്റിലൊക്കെ ഉള്ള തേനീച്ചകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മെഡിസിനൽ പ്ലാന്റ്സ്, ട്രഡീഷണലി യൂസ്ഡ് മെഡിസിൻസ്. അതായത് നമ്മുടെ പണ്ടൊക്കെ ഈ വനത്തു നിന്നൊക്കെ ഒരുപാട് പച്ചിലകളും ഇതൊക്കെ യൂസ് ചെയ്ത് മെഡിസിൻസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മെഡിസിൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫോറസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് യൂസ് മീൻസ് ഇപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ ബേസിക് ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഡെയിലി ആവശ്യങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ളത്. ഇനി മാർക്കറ്റ് യൂസ് മീൻസ് നമ്മൾ ക്യാഷിന് വേണ്ടിയിട്ട് നമ്മൾ ഫോറസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ? ഫ്യുവൽ വുഡ്, ഫ്രൂട്ട്, ഗമ്മ്, ഫൈബർ, ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മളെവിടെ മാർക്കറ്റിൽ കൊണ്ടുപോയി നമുക്ക് വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മളതൊക്കെ ഈ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് വിൽക്കുന്നുണ്ട് നമുക്ക് ക്യാഷിന് വേണ്ടിയിട്ട്. അതൊക്കെയാണ് ഈ മാർക്കറ്റ് യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടിമ്പർ എക്സ്ട്രാക്ഷൻ, അതായത് മരത്തടികൾ മുറിച്ചിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടൊക്കെ ഓരോ മെറ്റീരിയൽസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മേശ, കസേര ഇതൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ യൂസസ്, ഓരോ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പേപ്പർ പൾപ്പ് മീൻസ് നമ്മൾ പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മരത്തടിയുടെ പൾപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെന്താ ഇൻകത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരുമാന മാർഗ്ഗമായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫോറസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. സോ ഫോറസ്റ്റിൻ്റെ എന്താണ് നമ്മൾ ഫസ്റ്റ് ഇത് പറഞ്ഞു, നാച്ചുറൽ റിസോഴ്സ് എന്താണെന്ന് പറഞ്ഞു. അതിന് 2 ക്ലാസിഫിക്കേഷൻ, ബയോട്ടിക്, അബയോട്ടിക്, പിന്നെ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ, പിന്നെ ഫോറസ്റ്റ് റിസോഴ്സ് എന്താണ്, ഫോറസ്റ്റ് കൊണ്ടുള്ള യൂസസ് എന്താണ്, 5 യൂസേജസ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.